എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മെഴുവേലി ബാബുജി എഴുതിയ നാഗമുഖി തുടരുന്നു. അവതരണം രാജീവ് വെഞ്ഞാറമൂട്. പാമ്പ് കടിയേറ്റ താത്രിയുടെ കാൽമുട്ടിന് താഴെ മുറുക്കി ഒരു കെട്ടിട്ടു. പിന്നെ അവളെ താങ്ങിക്കൊണ്ട് പുറത്തേക്ക് നീങ്ങി. ഇല്ലത്തിന്റെ മുറ്റത്ത് കാറെത്തി. അവർ താത്രിയെ താങ്ങിയെടുത്ത് പിൻസീറ്റിൽ കയറ്റി. മൂത്ത ജ്യേഷ്ഠത്തിയും ഒപ്പം കയറി. 4 ആൺമക്കളും കുഞ്ഞനും ഒരു വിധത്തിൽ അകത്തിരുന്നു. കാർ പട്ടണത്തിലേക്ക് കുതിച്ചു. വിഷചികിത്സയ്ക്ക് പേരുകേട്ട ആശുപത്രിക്ക് മുന്നിലാണ് കാർ നിന്നത്. പെട്ടെന്ന് തന്നെ അവളെ സ്ട്രെച്ചറിൽ അകത്തേക്കെടുത്തു. പക്ഷേ അതേ സ്ട്രെച്ചറിൽ തന്നെ അവളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ഡോക്ടർമാർ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരുന്നു. താത്രി മരിച്ചു. കുഞ്ഞൻ തിരുമേനി നെഞ്ചിൽ കൈവച്ചു. ആകെക്കൂടിയുള്ള പെൺതരിയായിരുന്നു. നിലത്തു നിർത്താതെയാണ് താൻ അവളെ വളർത്തിയത് തന്നെ. എന്നിട്ടിപ്പോ രുദ്രൻ തിരുമേനി മഷിവെറ്റിലയിൽ നോക്കിയിരിക്കുകയാണ്. അയാളുടെ പൊട്ടിച്ചിരി ഇല്ലവളപ്പിൽ പ്രതിധ്വനിച്ചു. കാഞ്ഞിരത്തിൽ ആണിയിൽ ആവാഹിച്ചു തറച്ചിരിക്കുന്ന ദുരാത്മാക്കൾ വിറങ്ങലിച്ചിരുന്നു. രുദ്രന്റെ കണ്ണുകളിൽ വന്യമായ തിളക്കം മൊട്ടിട്ടു. രുദ്രനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. തന്റെ നേരെ ഉയർന്ന കൈകൾ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ വെട്ടിക്കളയാൻ തനിക്ക് കഴിയാഞ്ഞിട്ടല്ല. പക്ഷേ പ്രതികാരം അങ്ങനെ തീർത്താൽ ശരിയാകില്ലെന്നൊരു തോന്നൽ. അവളിലൂടെ തന്നെ വേണം വെള്ളോട്ടുമനയോടുള്ള പ്രതികാരം പൂർത്തിയാക്കേണ്ടത്. ആഗ്രഹിക്കുന്നത് സാധിക്കാതെ രുദ്രൻ ഉറങ്ങില്ല. അയാളുടെ ചുവന്ന കണ്ണുകൾ വീണ്ടും മഷിവെറ്റിലയിൽ തറഞ്ഞു. താത്രിയുടെ മൃതദേഹം കാറിൽ കയറ്റുകയാണ് കുഞ്ഞൻ തിരുമേനിയുടെ ആൺമക്കൾ. എല്ലാം തകർന്നവനെ പോലെ ആശുപത്രി മുറ്റത്ത് തളർന്നു നിൽക്കുന്നു കുഞ്ഞൻ. എല്ലാവരുടെയും മുന്നിൽ ഇപ്പോൾ താത്രി മരിച്ചിരിക്കുകയാണ്. പക്ഷേ അവൾ മരിച്ചിട്ടില്ലെന്നും മരിക്കുകയില്ലെന്നും അറിയാവുന്നത് ഒരാൾക്ക് മാത്രം, ഈ രുദ്രന്. എല്ലാവരും കാറിൽ കയറി കഴിഞ്ഞിരുന്നു. താത്രി മരിച്ചതാണെന്ന് ഡോക്ടറെ കൊണ്ട് വിധി എഴുതിക്കുവാൻ തനിക്കൊരു നിമിഷമേ വേണ്ടി വന്നുള്ളൂ. ഇവിടെ ഇരുന്നു കൊണ്ട് ഏതു മനസ്സിനെയും നിയന്ത്രിക്കുവാൻ തനിക്ക് കഴിയും. കാറ് ആശുപത്രിയുടെ ഗേറ്റ് കടന്നു. സമയമായിരിക്കുന്നു. മനസ്സ് പിറുപിറുത്തു. ഇനി അവർ തന്നെക്കുറിച്ച് ഓർക്കണം. കാർ ഈ ഗ്രാമത്തിലേക്ക് തിരിയണം. താത്രിയുടെ ശരീരം ഈ മതിൽക്കെട്ടിനുള്ളിലെത്തണം. രുദ്രൻ 2 വിരൽ കൊണ്ട് ഏതാനും കറുകപ്പുല്ലുകൾ എടുത്തു. പിന്നെ നെഞ്ചോട് ചേർത്തു. കണ്ണുകൾ അടച്ചു. കാറിനുള്ളിൽ തല കുനിച്ച് തളർന്നിരിക്കുകയായിരുന്നു കുഞ്ഞൻ തിരുമേനി. പൊടുന്നനെ തന്നെ ആരോ ഒന്ന് പിടിച്ചു കുലുക്കിയതുപോലെ തോന്നി അദ്ദേഹത്തിന്. ഞെട്ടി ഉണർന്നത് കണക്കെ അദ്ദേഹം ചുറ്റും നോക്കി. മനസ്സിൽ ഒരു രൂപം നിറഞ്ഞു. രുദ്രന്റെ രൂപം. കാർ തങ്ങളുടെ ഗ്രാമത്തിലേക്ക് തിരിയാനുള്ള പാതയ്ക്കടുത്തെത്തിയിരിക്കുന്നു. ഒരു റോഡ് തങ്ങളുടെ ഗ്രാമത്തിലേക്കും അടുത്ത റോഡ് രുദ്രന്റെ ഗ്രാമത്തിലേക്കുമാണ്. അദ്ദേഹം ഡ്രൈവറുടെ തോളിൽ തട്ടി. നിർത്ത്. ഡ്രൈവർ ബ്രേക്ക് അമർത്തി. എല്ലാവരും കുഞ്ഞൻ തിരുമേനിയെ നോക്കി. എന്താ അച്ഛാ? മൂത്ത മകൻ രഘുവിന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അല്ല, എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു താത്രിയെ രുദ്രൻ തിരുമേനിയുടെ അരികിൽ കൊണ്ടുപോയാൽ രക്ഷപ്പെടുമെന്ന്. അച്ഛൻ എന്താണ് ഈ പറയുന്നത്? രഘുവിന് അച്ഛൻ്റെ സംസാരം ഒട്ടും പിടിച്ചില്ല. ഇന്നലെ നമ്മൾ അയാളെ തല്ലി ഓടിച്ചത് മറന്നുപോയോ? അതുമാത്രമല്ല, മരിച്ചുവെന്ന് ഡോക്ടർമാർ പറഞ്ഞെടുത്ത് ഇനി മന്ത്രവാദി എന്ത് ചെയ്യാനാ? അയാൾക്കാണെങ്കിൽ നമ്മളോട് തീർത്താൽ തീരാത്ത പകയുമുണ്ട്. അനുജന്മാരും രഘുവിന്റെ തീരുമാനത്തോട് അനുകൂലിച്ചു. അതെ അച്ഛ, ഇനിയിപ്പോ അയാളുടെ മുന്നിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ. പക്ഷേ കുഞ്ഞൻ തിരുമേനി അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ രുദ്രന്റെ അടുത്തേക്ക് പോകാനുള്ള തീരുമാനത്തിന് ശക്തി കൂടി വരികയായിരുന്നു. വണ്ടി രുദ്രന്റെ ഇല്ലത്തേക്ക് തന്നെ പോകട്ടെ, കുഞ്ഞൻ തിരുമേനി കൽപ്പിച്ചു. അച്ഛാ, മക്കൾ 4 പേരും ഒരേ ശബ്ദത്തിൽ വിളിച്ചു. വേണ്ടച്ച, അയാൾ നമ്മളെ അപമാനിക്കും. താത്രിയുടെ ആത്മാവിനെ പോലും ആ ദുഷ്ടൻ അവഹേളിക്കും. നമുക്ക് പോകണ്ട. ഡ്രൈവർ എന്തു വേണമെന്നറിയാതെ കുഞ്ഞൻ തിരുമേനിയെ നോക്കി. ഞാൻ പറയുന്നത് അനുസരിക്കടാ. കാർ നീങ്ങി. അത് ഇടത്തേക്ക് വെട്ടിത്തിരിഞ്ഞു. കാഞ്ഞിരത്തിൻ ചുവട്ടിൽ ഒരു ചുഴലിക്കാറ്റ് വീശി. രുദ്രൻ തന്റെ ഉപാസനാമൂർത്തിയെ താണു തൊഴുതു. പാടത്തിനക്കരെ കാർ നിന്നു. കുഞ്ഞൻ തിരുമേനി വേഗം ഡോർ തുറന്നിറങ്ങി. മറ്റാരും ഇറങ്ങിയില്ല. മരവിച്ചതുപോലെ ഇരിക്കുകയായിരുന്നു അവർ. പെങ്ങൾ മരിച്ചുപോയി.
എന്നിരുന്നാലും അതിൻ്റെ പേരിൽ ഇനിയൊരു അപമാനം സഹിക്കുന്നതിനോട് അവർക്കൊക്കെ വിയോജിപ്പായിരുന്നു. രഘു അനുജന്മാരെ പതിയെ തൊട്ടു, എന്തു വേണമെന്ന ഭാവത്തിൽ. അവരും ഇറുതികർത്ത വൃദ്ധ മൂഢരായി ഇരിക്കുകയാണ്. വേഗം അവളെ താഴെ ഇറക്കിക്കോളൂ, തിരുമേനിയുടെ കൽപ്പന. അച്ഛൻ ഒരു വട്ടം കൂടി ചിന്തിച്ചിട്ട് രഘുവിന് പൂർത്തിയാക്കാൻ കഴിയും മുമ്പ് തിരുമേനി ഇടയ്ക്ക് കയറി പറഞ്ഞു, വേണ്ട, ഇനി ഒന്നും ആലോചിക്കാനില്ല, വേഗം വേണം. പിന്നെയും അച്ഛൻ തിരുമേനിയെ എതിർത്ത് നിൽക്കുവാൻ മക്കൾക്ക് കഴിഞ്ഞില്ല. തണുത്തു തുടങ്ങിയ താത്രിയുടെ ശരീരവുമായി അവർ പുറത്തിറങ്ങി. രുദ്രൻ തിരുമേനിയുടെ വീട്ടിലേക്കാണല്ലേ? ഒരു ശബ്ദം കേട്ട് ഏവരും ഞെട്ടിത്തിരിഞ്ഞു. അത്ഭുതപ്പെട്ടുപോയി. തൊട്ടരികിൽ ഒരു സുന്ദരി, കയ്യിൽ കത്തിച്ചു പിടിച്ചിരിക്കുന്ന റാന്തൽ വിളക്ക്. അവർക്ക് ശബ്ദം നഷ്ടമായി. ഇവർ തങ്ങളുടെ അടുത്ത് വന്നതുപോലും അറിഞ്ഞില്ലല്ലോ. ഭൂമിയിൽ നിന്നും പൊട്ടിമുളച്ചതുപോലെ പെട്ടെന്ന് ഇവരിവിടെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അവൾ ചോദ്യം ആവർത്തിച്ചു. അതെ, കുഞ്ഞൻ തിരുമേനി പറഞ്ഞു. അവളുടെ നോട്ടം താത്രിയിലുടക്കി. വിഷം തൊട്ടതാണോ? ഉവ്വ്. ഞാനും രുദ്രൻ തിരുമേനിയുടെ ഇല്ലത്തിൻ്റെ ഭാഗത്തേക്കാ, കൂടെ പോന്നോളൂ. പറഞ്ഞതും റാന്തൽ വിളക്കുമായി അവൾ നടന്നു കഴിഞ്ഞു. വരൂ, മക്കളോട് പറഞ്ഞിട്ട് കുഞ്ഞൻ തിരുമേനിയും അവളുടെ പിന്നാലെ നീങ്ങി. തോളിലേറ്റിയ താത്രിയുടെ ശരീരവുമായി ആണുങ്ങൾ 4 പേർ, അതിനു പിന്നിൽ രഘുവിൻ്റെ ഭാര്യ. അങ്ങനെ വരമ്പിലൂടെ ആ സംഘം നീങ്ങി. പാടം പിന്നിട്ടു. സർപ്പക്കാവിനടുത്തെത്തി. കൂറ്റൻ മരങ്ങളിലിരുന്ന് മൂങ്ങകൾ നീട്ടിമൂളി. കടവാവലുകൾ ചിറകടിച്ചു പറന്നു. അതുവരെ ഇല്ലാതെയിരുന്ന ഒരു ഭീകരത രാത്രിക്ക് കൈവന്നിരിക്കുന്നു. ഒരുവിധം ശക്തിയിൽ കാറ്റുവീശി. റാന്തൽ വിളക്കിലെ നാളം ഒന്നു മങ്ങിയിട്ട് വീണ്ടും തെളിഞ്ഞു. യാത്രക്കിടയിൽ ആരും ഒന്നും സംസാരിച്ചില്ല. മുന്നിൽ പോകുന്ന സുന്ദരിയുടെ പാദസ്വരങ്ങളുടെ കിലുക്കം അവർ കേട്ടു. അവൾ ചില യക്ഷിക്കഥകളിലെ സുന്ദരിയെപ്പോലെയാണെന്ന് അവർക്ക് തോന്നി. കണഞ്ഞെടുത്തതുപോലെയുള്ള ശരീരം, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം, നിതംബത്തിന് താഴെ വരെ കിടക്കുന്ന തലമുടി, കഴുത്തിലോ കയ്യിലോ ആഭരണങ്ങൾ അധികമില്ല. അവളിൽ നിന്നും ഒരുതരം ഗന്ധമുയരുന്നുണ്ടായിരുന്നു. ഏതോ കാട്ടുപൂക്കളുടെ മത്തുപിടിപ്പിക്കുന്ന ഗന്ധം പോലെ. രുദ്രൻ തിരുമേനിയുടെ ഇല്ലത്തിന് മുന്നിൽ അവർ എത്തി. പടിപ്പുരയ്ക്ക് നേരെ വിളക്ക് കാട്ടിയിട്ട് അവൾ പറഞ്ഞു, ഇനി നിങ്ങൾ പൊയ്ക്കൊള്ളൂ. കുഞ്ഞൻ തിരുമേനി അവളുടെ മുഖത്തേക്ക് നോക്കി. കുട്ടി എവിടെ പോകുന്നു? കുറച്ചപ്പുറത്ത്. തനിച്ചു പോകാൻ പേടിയില്ലേ? മറുപടി പറയാതെ അവൾ ഒന്ന് ചിരിച്ചു. മണികിലിങ്ങും പോലെയുള്ള ചിരി. കുഞ്ഞൻ തിരുമേനി പടിപ്പുര കടന്നു. പിന്നാലെ മറ്റുള്ളവരും. ഏതാനും വാരം നടന്നു കഴിഞ്ഞ് കുഞ്ഞൻ തിരുമേനി തിരിഞ്ഞു നോക്കി. ആ സുന്ദരി നിന്നിരുന്ന ഭാഗത്ത് കട്ട പിടിച്ച ഇരുട്ടു മാത്രം. കാഞ്ഞിരത്തിന് ചുവട്ടിലെ ഹോമകുണ്ടത്തിന് മുന്നിൽ കണ്ണുകൾ പൂട്ടിയിരുന്ന രുദ്രൻ തിരുമേനി പൊടുന്നനെ കണ്ണുകൾ തുറന്നു. കാതുകൾക്കരികിൽ ഒരു മധുരമുള്ള സ്ത്രീ ശബ്ദം. അവരെത്തിക്കഴിഞ്ഞു. രുദ്രന്റെ കണ്ണുകൾ തിളങ്ങി. പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അറിയാതെ കൈകൾ അന്ന് അടിയേറ്റ ഭാഗത്ത് ഇഴഞ്ഞു. ഇല്ലമുറ്റത്തെത്തും മുമ്പ് കുഞ്ഞൻ തിരുമേനി കണ്ടു തെക്കുഭാഗത്ത് ഹോമാഗ്നി. കാലുകൾ അവിടേക്ക് തിരിഞ്ഞു. രുദ്രന്റെ പിന്നിൽ അവർ നിന്നു. നിശ്ചലനായി ഇരിക്കുകയാണ് രുദ്രൻ. അയാളെ എങ്ങനെ വിളിക്കുമെന്നറിയാതെ കുഞ്ഞൻ തിരുമേനി നിൽക്കുമ്പോൾ രുദ്രന്റെ ശബ്ദമുയർന്നു. നിങ്ങൾക്ക് എൻ്റെ അരികിൽ തന്നെ വരേണ്ടി വന്നു അല്ലേ? കുഞ്ഞൻ തിരുമേനിയുടെ തൊണ്ടയിലെ ജലം വറ്റി വരണ്ടു. ആ വൃദ്ധൻ ദയനീയമായി ആൺമക്കളെ നോക്കി. അവരാകട്ടെ ഇത് നേരത്തെ പറഞ്ഞതല്ലേ എന്ന ഭാവത്തിലാണ് നിൽക്കുന്നത്. കാൽക്കൽ വീഴുന്നവരെ ഞാൻ ചവിട്ടി ഞെരിക്കാറില്ല. രുദ്രന്റെ കനത്ത ശബ്ദം രാത്രിയെ നടുക്കി. അവളെ ഇവിടെ കിടത്തിയിട്ട് നിങ്ങൾക്ക് പോകാം. ഞങ്ങൾ, കുഞ്ഞൻ പരിങ്ങി. നിങ്ങളോട് പറഞ്ഞതനുസരിക്കുക. നാളെ രാവിലെ വരിക. ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ രുദ്രൻ നിശബ്ദനായി. താത്രിയെ അവിടെ കിടത്തുവാൻ കുഞ്ഞൻ തിരുമേനി ആൺമക്കൾക്ക് നിർദ്ദേശം നൽകി. അവർ അനുസരിച്ചു. രുദ്രൻ ഇനി എന്തെങ്കിലും പറയുമെന്ന് അവർ കരുതിയെങ്കിലും അതുണ്ടായില്ല. അല്പനേരം കൂടി കാത്തു നിന്നിട്ട് അവർ പിൻവാങ്ങി. രഘുവിനും അനുജന്മാർക്കും അതൊട്ടും ഇഷ്ടമായില്ല. പടിപ്പുര കടന്നതും രഘു നിന്നു. മൃതദേഹം അവിടെ കിടത്തിയിട്ട് പോകാൻ അയാൾ പറഞ്ഞത് നമ്മളെ പരിഹസിക്കാനെല്ലാം ആര് കണ്ടു? രുദ്രൻ നമ്മുടെ കുട്ടിയെ രക്ഷിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കുഞ്ഞൻ തിരുമേനി ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഈ രാത്രി തന്നെ നമ്മൾ മടങ്ങി പോകണോ? രാവിലെ പോയാ പോരെ? തിരിച്ചു പോകാനാണ് അയാൾ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ അതനുസരിച്ചില്ലെന്ന് വേണ്ട. കുഞ്ഞൻ തിരുമേനി നടന്നു കഴിഞ്ഞു. നിങ്ങളെല്ലാവരും പൊയ്ക്കൊള്ളൂ. ഏതായാലും
ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കൊന്നറിയണം. അതിനുശേഷമേ ഞാൻ ഇല്ലത്തേക്കുള്ളൂ. എനിക്ക് കള്ളമന്ത്രവാദിയിൽ ഒട്ടും തന്നെ വിശ്വാസമില്ല എന്നത് തന്നെ കാരണം. വിജയൻ തിരിഞ്ഞു. വേണ്ട വിജയ, രഘു തടഞ്ഞു. എന്നെ ആരും വിലക്കാൻ ശ്രമിക്കണ്ട. കുഞ്ഞൻ തിരുമേനി എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും വിജയൻ ഇരുളിലേക്ക് ഊളിയിട്ട് കഴിഞ്ഞിരുന്നു. അല്പനേരം കൂടി അവിടെ തന്നെ നിന്ന ശേഷം മറ്റുള്ളവർ വന്ന വഴിയെ തിരിച്ചുപോയി. രുദ്രൻ തിരുമേനി എണീറ്റു. തനിക്കു പിന്നിൽ വെറും നിലത്ത് മൃതദേഹം പോലെ കിടക്കുന്ന താത്രിയെ നോക്കി. പാവങ്ങൾ, ഇവൾ മരിച്ചുവെന്നാണ് ആ വിഡ്ഢി തിരുമേനിയും മറ്റും കരുതിയിരിക്കുന്നത്. ഒന്നുറക്ക പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി രുദ്രന്. എന്തിന്? ഇവളെ പരിശോധിച്ച ഡോക്ടർ പോലും അങ്ങനെ തന്നെ വിധി എഴുതിയില്ലേ? അതാണ് രുദ്രൻ. താൻ ആരെന്ന് ഇനിയും എല്ലാവരും അറിയാൻ പോകുന്നതേയുള്ളൂ. രുദ്രൻ എന്ന പേര് കേട്ടാൽ വിറയ്ക്കാത്തവർ ആരും ഉണ്ടാകരുത്. അയാൾ ചെറിയ കിണ്ടിയിൽ നിന്നും ഇത്തിരി ജലം വലതു കൈവെള്ളയിലേക്ക് ഒഴിച്ചു. താത്രിയുടെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ഒരു മന്ത്രത്തിന്റെ അകമ്പടിയോടെ ജലം അവളുടെ ശരീരത്തിൽ വീഴ്ത്തി. ഇരുളിൽ ഒരു സീൽക്കാരമുയർന്നു. അവളെ കടിച്ച അതേ പാമ്പ് തന്നെ അവിടെ എത്തി. നേരത്തെ കൊത്തിയ ഭാഗത്ത് തന്നെ വീണ്ടും കൊത്തിയിട്ട് അത് വിഷം വലിച്ചെടുത്തു. താത്രിയുടെ ശരീരത്ത് ബാധിച്ചിരുന്ന നീലനിറം മായുവാൻ തുടങ്ങി. ആ പാമ്പ് അവിടെ തന്നെ കിടന്നു. രുദ്രൻ അതിനെ കയ്യിലെടുത്തു. ഒരു മാത്രയ്ക്കുള്ളിൽ അത് പഴയ ദർഭയുടെ തണ്ടായി മാറി. രുദ്രൻ താത്രിയുടെ അരികിലിരുന്നു. താൻ ആഗ്രഹിച്ചിട്ടുള്ളവരുടെ പട്ടികയിൽ ഇവളും കൂടി. യാതൊരു ധൃതിയും കൂടാതെ അയാൾ അവളുടെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കുവാൻ തുടങ്ങി. ചന്ദനത്തിൽ തീർത്ത പ്രതിമ കണക്കെ ഇതൊന്നും അറിയാതെ ഏതോ സുന്ദര സ്വപ്നം കാണുകയായിരുന്നു അപ്പോൾ താത്രി. താൻ വിവസ്ത്രയാക്കപ്പെടുകയാണെന്ന് അവൾ അറിഞ്ഞില്ല. രുദ്രന്റെ കണ്ണുകൾ അവളുടെ ജ്വലിക്കുന്ന സൗന്ദര്യം അപ്പാടെ ഒപ്പിയെടുക്കുകയായിരുന്നു. വിരലുകൾ ആ ശരീരത്തിൽ ഇഴയുവാൻ തുടങ്ങി. അർത്ഥബോധാവസ്ഥയിലാണെങ്കിലും മഴയെ ഏറ്റുവാങ്ങുവാൻ വെമ്പുന്ന ഭൂമിയായി കഴിഞ്ഞിരുന്നു അവളുടെ ശരീരം. ഇരുട്ടിന്റെ മറപറ്റി മുന്നോട്ടടുക്കുകയായിരുന്നു വിജയൻ. കാഞ്ഞിരത്തിന്റെ ചുവട്ടിൽ രുദ്രൻ എണീറ്റ് നിൽക്കുന്നത് കണ്ടു. കുറ്റിക്കാടുകൾ വകഞ്ഞുമാറ്റി നീങ്ങവേ തന്റെ പെങ്ങളുടെ ശരീരത്തിനരികിലേക്ക് ഇരിക്കുന്ന രുദ്രനെ ശ്രദ്ധിച്ചു. അടുത്ത നിമിഷം പിടിച്ചു നിർത്തിയതുപോലെ അവൻ നിന്നു. മുന്നിൽ പാറയാണെന്ന് തോന്നിച്ച കറുത്ത വസ്തു എണീൽക്കുന്നു. ഒരു മാത്ര അത് അവന്റെ മുന്നിൽ നിവർന്നു നിന്നു. വിജയൻ വിറച്ചുപോയി. മുന്നിൽ ഗറില്ലയെപ്പോലെ ഒരു രൂപം, ശരീരം മുഴുവൻ രോമങ്ങൾ, കണ്ണുകൾ തീപ്പന്തങ്ങളാണെന്ന് തോന്നി. നീണ്ട നഖമുള്ള അതിന്റെ കൈ അവന്റെ നേരെ നീണ്ടുവന്നു. അലറിക്കരഞ്ഞുകൊണ്ട് വിജയൻ തിരിഞ്ഞോടി. അതുകേട്ട് രുദ്രൻ തിരിഞ്ഞു നോക്കി. പിന്നെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് താത്രിയുടെ ശരീരത്തിലേക്ക് അമർന്നു. പ്രിയപ്പെട്ടവരെ, ആകാംക്ഷാഭരിതമായ നാഗമുഖി അടുത്ത ലക്കത്തിൽ തുടരും. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക. മുരളി നിലനാട് നോവൽസിനു വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്.